എല്ലാവർക്കും നല്ല നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലും നമ്മുടെ ഇടങ്ങളിലെല്ലാം തന്നെ കുളങ്ങളും തോടുകളും എല്ലാം ഉണ്ട്. പക്ഷേ പല കുളങ്ങളും ഇന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ട ധന്യ ഹോസ്പിറ്റലിൻ്റെ പറയിലൂടെ പോയി കഴിഞ്ഞാൽ കാളഞ്ചിറ ഒരു കുളമുണ്ട്. ഇത് ഇങ്ങനെയായിരുന്നില്ല, ചണ്ടിയൊക്കെ നിറഞ്ഞ് വളരെ മോശമായിട്ട് കിടക്കായിരുന്നു. ഇവിടുത്തെ കൗൺസിലറുടെയും നാട്ടുകാരുടെയൊക്കെ ഇടപെടലിൻ്റെ ഫലമായിട്ട് ഇതിപ്പോൾ ഒരു മനോഹരമായിട്ടൊരു കുളമാക്കി മാറ്റി. ഇതിൻ്റെ സൈഡൊക്കെ കെട്ടി വളരെ മനോഹരമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ യുവജനങ്ങളുടെ കൂട്ടായ്മകൾ നമ്മുടെ നഗരസഭയ്ക്കകത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലബ്ബാണ് നവോദയ ക്ലബ്ബ്. ചാലക്കുടി നഗരസഭ കേരളോത്സവങ്ങളിൽ ഒക്കെ തന്നെ പെന്നിക്കൊടി നാട്ടിയിട്ടുള്ള ഈ ക്ലബ്ബ് ഇന്ന് ഇവിടുത്തെ കുട്ടികൾക്ക് സഹായപ്രദമായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് വേറെ ഒന്നുമല്ല, നീന്തൽ പരിശീലനം. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എളവൂരിൽ നിന്നും ടൂറിന് പോയിരുന്ന കുരുന്നുകൾ വെള്ളത്തിൽ പോയി മരണപ്പെട്ട ഒരു വാർത്ത നമ്മൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളിൽ പലർക്കും ഇന്ന് നീന്തൽ അറിയില്ല. നീന്തൽ എന്ന് പറയുന്ന സംഭവം നമ്മുടെ തൊട്ടടുത്ത് പുഴയും അതുപോലെ തോടും കുളമൊക്കെ ഉണ്ടായിരുന്നാലും നമുക്ക് നീന്തൽ അറിയാത്തൊരവസ്ഥ ഇന്ന് പലർക്കും ഉണ്ട്. ഇവിടെ ഈ പ്രദേശത്തെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം ഒരുക്കാൻ, നീന്തൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ നവോദയ ക്ലബ്ബ് ഇടപെട്ടിരിക്കുകയാണ്. പരിശീലകരെ, നല്ല വിദഗ്ധരായിട്ടുള്ള പരിശീലകരെ കൊണ്ടുവന്ന് ഈ കുളത്തിൽ കാലത്ത് 6 മണി മുതൽ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് നവോദയ ക്ലബ്ബ് ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം കൂട്ടായ്മകളും ഇത്തരം കാര്യങ്ങളും നാടിന് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യുന്ന യുവജന കൂട്ടായ്മകൾ വളരെ നല്ല ഒരു കാര്യമാണ് നവോദയ ക്ലബ്ബ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 30ഓളം കുട്ടികളാണ് ഇവിടെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കുളത്തിൽ കാലത്ത് 6 മണിയോടുകൂടി മാതാപിതാക്കളൊപ്പം വരികയും അവർ പരിശീലനം നടത്തുകയും ഇതവർക്ക് ജീവിതത്തിൽ ഉപയോഗപ്രദമായ രീതി, തീർച്ചയായിട്ടും നീന്തൽ പരിശീലനം അത് ഭാവിയിൽ ഉപയോഗപ്രദമാവുന്ന രീതിയിൽ തന്നെയാണ് ഈ പരിശീലനം കൊടുക്കുന്നത്. വിദഗ്ധരായിട്ടുള്ള ആളുകളാണ്. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ പരിശീലകരാണ് നീന്തൽ പഠിപ്പിക്കുന്നത്. എന്തായാലും നല്ലൊരു കാര്യമാണ് ഈ നവോദയ ക്ലബ്ബ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ. നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ഈ ഭാരവാഹികളോട് ചോദിച്ചറിയാം. എല്ലാവർക്കും നല്ല നമസ്കാരം. നിങ്ങൾ ഈ കാണുന്ന കാളാഞ്ചിറയാണ് കാളാഞ്ചിറ പഴയ കാളാഞ്ചിറയുടെ കിടപ്പ്. പക്ഷേ ഇതിനിപ്പോൾ മാറ്റം വന്നു. നമ്മുടെ കൗൺസിലറായിട്ടുള്ള വത്സൻ ചമ്പക്കരയുടെ ഒരു ഇടപെടലിൽ പ്രത്യേകം ഫണ്ട് വെച്ച് ഈ ചിറ നല്ല വൃത്തിയാക്കി, ക്ലീനാക്കി, ക്ലാസ്സാക്കി, കളറാക്കി. സംഭവം ഇപ്പോൾ കിടുവായി. നവോദയ ക്ലബ്ബ് ഇവിടെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കുകയാണ്. കാലത്ത് തന്നെ 6 മണിക്ക് എഴുന്നേറ്റ് പിള്ളേരുകൾ ഇവിടെ നീന്തൽ പഠിക്കാൻ വരുന്നു. കാലത്ത് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നീന്തൽ പരിശീലനം കൂടി ആയി കഴിയുമ്പോൾ കുട്ടികൾക്കത് ജീവിതത്തിൽ ഉപകരിക്കപ്പെടുന്ന വലിയ സംഭവമായിട്ട് ഈ അവധിക്കാലം മാറുകയാണ്. നവോദയ ക്ലബ്ബിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഓരോ നാട്ടിലെയും പരമ്പരാഗത ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാൻ എടുക്കുന്ന ഒരു നയം, അതൊരു നാടിൻ്റെ വികസന നയം തന്നെയാണ്. അതിന് നേതൃത്വം കൊടുത്ത ജനപ്രതിനിധികൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുകയാണ്. കാരണം ഈ വാർഡിനകത്ത് 3 പ്രധാനപ്പെട്ട കുളങ്ങൾ വേറെയുണ്ട്. ആ കുളങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മികച്ച ഒരു കാഴ്ചപ്പാടാണ് ഇവിടുത്തെ കൗൺസിലർ ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ആ വികസന കാഴ്ചപ്പാടുകൾ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ല ജനപ്രതിനിധികളുടെ കാലഘട്ടത്തിൽ തന്നെ പല വികസന നയങ്ങൾക്കും മാറ്റം വരും. മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികളുടെ കാലഘട്ടത്തിൽ ഇവിടുത്തെ റോഡിന് വലിയൊരു മാറ്റം വന്നു. ഇപ്പോൾ കുളങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു, ചിറകൾ സംരക്ഷിക്കപ്പെടുന്നു. അത് നാടിൻ്റെ ഒരു വികസന മുഖമായി മാറുന്നു. ഒപ്പം പ്രകൃതി സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളൊരു വലിയ കാര്യം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നവോദയ ക്ലബിനും ഇവിടുത്തെ കൗൺസിലർ വത്സൻ ചമ്പക്കരയ്ക്കും നാട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. കുട്ടികൾ നീന്തട്ടെ, നീന്തൽ പഠിക്കട്ടെ, അവർക്ക് ജീവിതത്തിൽ അത് ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നീന്തൽ പരിശീലനം എന്ന് പറയുമ്പോൾ നമ്മൾ വേനലവധിക്കാലത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു കോച്ചിങ് ക്ലാസ് ഏതാണെന്ന് ആലോചിച്ചപ്പോൾ അതിന് പെട്ടെന്ന് ഉരുത്തിരിഞ്ഞു വന്നത് നീന്തൽ പരിശീലനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോളും കാര്യങ്ങളൊക്കെ കോച്ചിങ് സമീപ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ നീന്തൽ പരിശീലനം വേറെ എവിടെയും നടക്കുന്നില്ല. നടക്കുന്ന തന്നെ സ്വിമ്മിംഗ് പൂളിലും കാര്യങ്ങളും വലിയൊരു ഫീസ് ഈടാക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ചെറിയൊരു ഫീസ് ഈടാക്കിക്കൊണ്ട് ഇവിടെ കാളഞ്ചിറ വളരെ ചെണ്ടിയൊക്കെ നിറഞ്ഞ് കിടക്കായിരുന്നു. ഇപ്പോൾ ഒരു മാസക്കാലത്തിന് മുമ്പ് ഇത് വളരെയധികം നല്ല രീതിയിൽ വൃത്തിയാക്കി വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ കൗൺസിലറായ വത്സരനെ കൂടി വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് കൂടി ആയിട്ട് നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഞാനൊരു നീന്തൽ പരിശീലന ക്ലാസ് ആരംഭിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ ഒരു ഏകദേശം 30 കുട്ടികളോളം നീന്തൽ പരിശീലിക്കുന്നുണ്ട്. ക്രൈസ്റ്റിലെ മാഷാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കോച്ച്. അതേപോലെ തന്നെ മലപ്പുറം യൂണിവേഴ്സിറ്റിയിലുള്ള നീന്തൽ താരം അവരൊക്കെയാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നുള്ളത്. 6 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇവിടെ ക്ലാസ് നടക്കുന്നത്. ഇപ്പോൾ 3ാമത്തെ ദിവസമായി ക്ലാസ്. 15 ദിവസമാണ് ക്ലാസ്. മെയ് 29 വരെയായിട്ടാണ് ക്ലാസ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു നീന്തൽ ക്ലാസ് പിന്നീട് ഒരു നീന്തൽ മറ്റൊരു രീതിയിലേക്ക് മാറാനല്ല. ഇപ്പോൾ നമ്മൾ ഒരു പത്രമാധ്യമങ്ങളായാലും എന്തെടുത്താലും ആദ്യം കാണുന്ന ഒരു വാർത്ത വേനലവധി കാലത്ത് ഏറ്റവും കൂടുതൽ ഈ വെള്ളത്തിലും മരണപ്പെട്ട അങ്ങനെ കുട്ടികളുടെ നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വാർത്തയാണ് കൂടുതൽ വന്നത്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി ക്രിക്കറ്റ്, ഫുട്ബോൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ നാട്ടിൽ പല വിധത്തിൽ പഠിക്കാൻ അവസരങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇത്രയും നല്ലൊരു കുളം ഇവിടെ വൃത്തിയാക്കി ഇത്രയും നല്ല രീതിയിൽ കിട്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന നമ്മളെപ്പോലുള്ള യുവജനങ്ങൾക്ക് അതൊരു മോശക്കേടായിട്ട് തോന്നിയിരുന്നു. അങ്ങനെ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ്
നമുക്ക് കുട്ടികൾക്ക് എങ്ങനെ നമുക്ക് ഒരു ജീവിതത്തിൽ ഇതൊരു ജീവിതചര്യയായിട്ട് അത് ശരീരത്തിനും അല്ലെങ്കിൽ നാളെ ഒരു അപകടം സംഭവിച്ചാൽ എങ്ങനെ അതിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ച് രക്ഷപ്പെടാമെന്നും കൂടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആലോചന നടത്തിയത്. വളരെ ഗംഭീരമായിട്ട് കുട്ടികൾ മാത്രമല്ല അമ്മമാരും അവരോടൊപ്പം രാവിലെ തന്നെ 6 മണിക്ക് കുട്ടികളെ കൊണ്ട് ഇവിടെ വന്ന് നമുക്ക് വളരെ നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ടാണ് നമുക്കിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇതൊരു വേനലവധിക്കാലം എങ്ങനെ ആനന്ദകരമായിട്ട് ജീവിതത്തിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റാമെന്നുള്ളത് നവോദയ ക്ലബ്ബിലൂടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. ഇത് പറ്റുമെങ്കിൽ നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചകളും ഇതേ കുട്ടികൾക്ക് നമ്മൾ തുടർന്നും കോച്ചിങ് ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നീന്തലും മാറട്ടെ എന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുളം നമുക്ക് എല്ലാ രീതിയിലും ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം കുളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മനുഷ്യ ശരീരത്തിലെ ഹൃദയമാണ്. ശരീരത്തിലെ നാഡീനരമ്പുകളിൽ കൂടി രക്തം എങ്ങനെയാണോ ആ ഹൃദയം പമ്പ് ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ഇത്തരം ജലസ്രോതസ്സുകൾ ആ ഭൂപ്രദേശത്ത് മുഴുവനും ജലത്തിൻ്റെ ആ രക്തം പമ്പ് ചെയ്തുകൊണ്ട് സജീവമായിട്ട് ഹരിതാപമാക്കുന്ന ഒന്നാണ് ഈ ജലാശയങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാർഷികാഭിവൃദ്ധിക്കും ആ നാടിൻ്റെ ഒരു ഹരിതാപമാക്കുന്നതിനും ഈ കുളങ്ങളൊക്കെ സംരക്ഷിക്കേണ്ട അത്യാവശ്യമാണ്. കാളഞ്ചിറ കുളം എന്ന് പറയുമ്പോൾ അത് ഒരു സ്വാഭാവികമായിട്ട് ജലസ്രോതസ്സാണ്. അത് ഉറവുകളിൽ കൂടി വെള്ളം അതിൽ കവിഞ്ഞൊഴുകുന്ന ഒരു ജലസ്രോതസ്സ്, തെളിഞ്ഞൊരു നീരുറവയാണ്. അത് തീർച്ചയായിട്ടും അത് പുനരുജ്ജീവിപ്പിക്കുക എന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് നഗരസഭയിൽ നിന്നും ഫണ്ട് വെച്ചുകൊണ്ട് അതിന് നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ മനോഹരമാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. 3 കുളങ്ങളാണ് 3-ാം വാർഡിലുള്ളത്. ഒന്ന് പാമ്പാമ്പോട്ട് ക്ഷേത്രക്കുളം, കാളഞ്ചിറക്കുളം, പിന്നെ ഒന്ന് പാറക്കുളം. ഈ പാറക്കുളവും ആദ്യഘട്ടം നമ്മൾ 6 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ചെയറെല്ലാം വാരി ഫൗണ്ടേഷനെല്ലാം കഴിഞ്ഞു. വീണ്ടും 10 ലക്ഷം രൂപ വെച്ചുകൊണ്ട് അത് നവീകരിക്കാൻ നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ കാളഞ്ചിറയുടെ ഇപ്പോൾ ഏകദേശം 1-ാം ഘട്ടം കഴിഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്നത് 1-ാം ഘട്ടം കുളിക്കാവുന്ന രീതിയിൽ പടവുകൾ കെട്ടി ജലം പുറത്തേക്ക് ഒഴുകാവുന്ന രീതിയിൽ തോടുകൾ കറക്റ്റായിട്ട് തിരിച്ചു വിട്ടുകൊണ്ട് അത് കുട്ടികൾക്ക് കുളിക്കാവുന്ന ഏകദേശം 5 അടി ഉയരം മാത്രമേ വെള്ളമുള്ളൂ. കറക്റ്റായിട്ട് കുട്ടികൾക്ക് നീന്തൽ പരിശീലിക്കാനൊക്കെ പറ്റിയൊരു ജലാശയമാണ്. അതാണ് നമ്മൾ ഇന്ന് നവീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ധന്യാനഗർ ഭാഗത്ത് 3-ാം വാർഡിലെയും 2-ാം വാർഡിലെയും പ്രദേശമായ ധന്യാനഗർ ഭാഗത്ത് കുടിവെള്ളക്ഷാമുണ്ട് അടുത്ത വേനലിൽ. അപ്പോൾ ആ പ്രദേശത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് കൃഷിക്ക് പറമ്പുകളിൽ ഉപയോഗിക്കുമ്പോൾ ആ കിണറുകളിലെല്ലാം ജലമെത്തും, അവിടെ ജലക്ഷാമം തീരും. അങ്ങനെ ആ പ്രദേശത്തെ ജലക്ഷാമം പരിഹരിക്കുക കൂടി അതിൻ്റെ ലക്ഷ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാളഞ്ചിറക്കുളം ഇപ്പോൾ 1-ാം ഘട്ടം നവീകരിച്ച് ഇപ്പോൾ അടുത്ത് തന്നെ അതിലൊരു പമ്പ് ഫിറ്റ് ചെയ്ത് മോട്ടോർ ഷെഡ് ഉണ്ടാക്കി വെള്ളം ധന്യാനഗർക്ക് അടുത്ത വേനലിലേക്ക് അടിക്കാനുള്ള ഒരു സംവിധാനം കൂടി ചെയ്യും. അതിനുശേഷം ആ കുളത്തിൻ്റെ സൈഡിൽ ഒരു 35 സെൻറ്റോളം സ്ഥലം നമുക്ക് പുറമ്പോക്കേങ്ങിയുണ്ട്. അത് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അവിടെ കുട്ടികൾക്കൊരു പാർക്ക് ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ അവിടെ കുറച്ച് സ്ഥലം ഒരു സ്വകാര്യ വ്യക്തി നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നിരവധി ആളുകൾ പല പ്രദേശത്തു നിന്നും വരുന്നൊരു പ്രദേശമാണ്. സൂര്യോദയം സൂര്യാസ്തമയവും കാണുവാനായിട്ട് ആളുകൾ വരുന്നു. വ്യായാമം ചെയ്യുവാനായിട്ട് ആളുകൾ ആ റോഡിൽ കൂടി വരുന്നു. ശുദ്ധവായു ശ്വസിക്കുവാനായിട്ട് അവിടെ വരുന്നു. അവിടെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. ആ പാടശേഖരം മൊത്തം നമ്മൾ പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രദേശത്തെ ആളുകളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു. അത് 3-ാം വാർഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി ആ പ്രദേശം മാറിയിരിക്കുന്നു. അന്യദേശങ്ങളിൽ നിന്ന് 100 കണക്കിന് ആളുകളാണ് ദിവസവും അവിടെ വ്യായാമത്തിനും ആ സ്ഥലം സംരക്ഷിക്കുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനെ ഇനിയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. എന്തായാലും കുട്ടികൾ പരിശീലനങ്ങൾ ഇനിയും തുടരട്ടെ. കാരണം നീന്തൽ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലും അപകടകരമായ അവസ്ഥയിൽ അവധി കാലയളവിൽ നമുക്കറിയാം പല കുട്ടികളും അതുപോലെ തന്നെ ചെക്ക് ഡാമിലും കുളത്തിലുമെല്ലാം പോയി മരണപ്പെട്ട വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മുതിർന്നവർക്കായാലും സംഭവിക്കുന്നുണ്ട്. പലർക്കും ഇതിൽ നീന്തൽ അറിയില്ല എന്നുള്ളൊരു സത്യം പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ ഈ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം അത് യാഥാർത്ഥ്യമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയ നവോദയ ക്ലബ്ബിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നൽകുന്നു. ഇത്തരം ജനോപകാര പ്രവർത്തനങ്ങൾ ഇനിയും നവോദയ ക്ലബ്ബിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.